വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്ങടത്ത്. പഴയകാലത്ത് കാർവന്മാരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ വളരെയധികം മൂർത്തികൾ നിറഞ്ഞ ഓരോ കുടുംബങ്ങളും നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിയും. ഈ മൂർത്തികളെ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപാസിച്ചു കൊണ്ടുവരുന്നത് ഇന്നത്തെ കാലത്തിന്റെ അന്തരീക്ഷത്തിലല്ല. കാരണം മാന്ത്രികത്തിനും വിശ്വാസത്തിനും ദൈവിക പൂജയ്ക്കും ആചാരത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചാത്തൻ സ്വാമി പോലുള്ളതായ ദൈവങ്ങളെ ഉപാസന കഴിഞ്ഞ് പല കുടുംബക്കാരും പല ഗുരുക്കന്മാരും കൊടുന്ന് ഉപാസന ചെയ്ത് കുടിവെച്ച് ആരാധിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ പോലുള്ള ഒരു സാഹചര്യം അല്ല എന്ന് പറഞ്ഞു. അന്ന് ഈ വഴി നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്നത് ഇന്നത്തെ പോലെ സാഹചര്യമല്ല. ഇന്ന് എവിടെ പോയില്ല, എവിടെ ഇരുന്നാലും മാധ്യമങ്ങളിൽ കൂടിയായാലും ശരി നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അന്ന് അങ്ങനല്ല, ഒളിച്ചും വന്ന് നടക്കുക, വണ്ടികളില്ലാത്ത കാലം. എന്നിട്ടും അത്രയും സഹിച്ചിട്ട് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഗുരുക്കന്മാര് മലബാരൻ ദൈവങ്ങളെ, മലബാരൻ മൂർത്തികളെ അത് കൃത്യമായിട്ടുള്ളതിന്റെ ഉപാസന ചെയ്ത് കൊണ്ടുവന്നിട്ട് അത്രയും ശക്തിയിൽ അത്രയും പഠിപ്പ് തികഞ്ഞു വന്നിട്ടുള്ളതാണ്. ഒരു തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേൾവിയുള്ളൂ. നമുക്ക് ഓരോ പുരാണങ്ങളിലുണ്ട്. വർഷങ്ങളോളം തപസ് ചെയ്തിട്ട് ഒറ്റക്കാലിലും അണ്ടുകാലിലും അല്ലെങ്കിൽ തീയിട്ടിട്ടും ഭക്ഷണം കഴിക്കാണ്ടും അതും ചതല് വന്ന് മൂടിയിട്ടൊക്കെ എന്നിട്ടൊക്കെയാണ് അതിന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അതുപോലൊന്നും അല്ലെങ്കിലും ഇത് നമുക്ക് അത്രയും വർഷങ്ങളോളം നിന്ന് പഠിച്ചിട്ടാണ് അവർ ഉപാസനകളൊക്കെ ചെയ്തു പോന്നിട്ടുണ്ടാവുക, പഠിപ്പൊക്കെ തികഞ്ഞിട്ട്. അപ്പൊ ഈ മൂർത്തികളെയും അവരുടെ ഉപാസനയുടെ ഫലമായിട്ട് തന്നെ ഇന്ന് പലരും നമ്മൾ ഉപാസന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഗതികളൊക്കെ കൊടുത്തഴിക്കുക, തകിടാവട്ടെ വേറെ എന്തെങ്കിലും ആവട്ടെ ജപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവരിക, മേടിച്ചു കൊണ്ടുവരിക പൈസ കൊടുത്തിട്ട്. അന്ന് അങ്ങനല്ല. അന്ന് കൃത്യമായിട്ട് അവിടെ നിന്ന് പഠിച്ച് രാവും പകലും അതിന് കൃത്യമായിട്ടുള്ള യോഗാസനങ്ങളും അതേപോലെ തന്നെ അതോട് കൂടിയിട്ടുള്ളതായ തപസ് മന്ത്ര ഉപാസനകളോടുകൂടി മാന്ത്രിക പഠിപ്പോടുകൂടി പഠിച്ച് ആ മൂർത്തികളെ കൊടുത്തയക്കണം. അതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ ഒരു തകിടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊക്കെ അരിനെല്ലുമ്പോഴൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് നമ്മൾ പിന്നീട് നട്ട് നനച്ച് വളർന്ന് വലുതാക്കി കൊണ്ടിരേണ്ട ഒരവസ്ഥയുണ്ട്. ഇത് അവിടെ നിന്ന് തപസ് ചെയ്തിട്ടാണ് അവിടുന്ന് ദൈവത്തിനാണ്, അതായത് വിളിച്ചാൽ വെളിപ്പുറത്ത് എന്നുള്ള ഒരു രൂപത്തിലാണ് വരിക. അത് ശരി, ഒരു പരുന്തായിട്ട് വന്നിട്ടുണ്ട്, റാഗിപ്പറക്കുന്ന പരുന്തായിട്ട് കല്ലടിക്കോടൻ മലയിൽ നിന്ന് അവര് അതേപോലെ അവരുടെ വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോ പല മാർഗത്തിലും നടന്നു വരാതെ പല മാർഗത്തിലും അവരുടെ വീട്ടിലേക്ക് പഠിപ്പും കഴിഞ്ഞ് ഈ മൂർത്തികളോട് കൂടിയിട്ട് ചിലവര് ചാത്തനെ മാത്രമാണ്, ചിലവര് ചാത്തനെ കരിങ്കുട്ടിയുണ്ട്, ചിലവര് മലബാരൻ മൂർത്തികൾ എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് നീലിയമ്മയുണ്ട്, ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുണ്ട്. അങ്ങനെ പല മൂർത്തികളെയും കൊണ്ട് ആണ് അവര് കല്ലടിക്കോടെന്നൊക്കെ വന്നിട്ട് കുടിവെച്ച് ആരാധിച്ചിരുന്നത്. അന്നത്തെ കാലത്തിന്റെ പ്രത്യേകതയില് അതിനൊക്കെ കൃത്യമായിട്ട് ആചരിച്ചിരുന്നു. ആ ദൈവിക വിശ്വാസം കൂടുതൽ നിറഞ്ഞു നിന്ന സമയത്ത് ആ ശക്തിനെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവരെ കൃത്യമായിട്ട് പരിപാലിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് ഉണ്ടായിരുന്ന ആളുകൾ, പല ആളുകളും ഉപാസകന്മാരും അതിന്റെ മക്കളൊക്കെ മരണപ്പെട്ടു പോയി. പിന്നീടുള്ളവര് ആ വഴിയെ അല്ലെങ്കിൽ ആ ദൈവത്തിനെ നശിപ്പിക്കപ്പെടാതെ ആചരിച്ചു പോന്നിരുന്ന കാലഘട്ടമാണ്. ദൈവശാൽ അവരും മരണപ്പെട്ടു പോയി നോക്കുമ്പോൾ ഇന്ന് പല കുടുംബങ്ങളിലും ഈ ദൈവങ്ങളുടെ ആ സംരക്ഷണം മുടങ്ങിയിരിക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങളും നശിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ചാത്തനെ വെച്ച് ആരാധിച്ചിട്ട് ആ കുടുംബം നശിച്ചു പോകുന്ന ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചാത്തനെ മാത്രമല്ല, മറ്റേത് മൂർത്തികളെന്ന് വെച്ചാലും ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. ആരാധിക്കുന്നതുകൊണ്ട് അവരോടൊക്കെ 100% അനുഗ്രഹങ്ങളും സഹായങ്ങളെ ഉണ്ടാകുക. അവരുടെ ജീവിതത്തിനുള്ള പ്രത്യേകം അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ എന്തൊരു വസ്തുവും അതിനെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതില്ലാതെ വരുമ്പോൾ അത് നാശാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം മോശത്തിലേക്ക് പോവുക. എന്ത് വസ്തുവായാലും ശരി, അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം തന്നെയായാലും ശരി, 1-2 ദിവസം ചിലവർക്ക് ഉപയോഗിക്കാം, ഒരു ദിവസം തന്നെ ചിലർ ഉപയോഗിക്കുള്ളൂ. പിന്നെ അത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അതൊന്നും ഇല്ലാത്തവര് 1-2 ദിവസം വെക്കുമ്പോഴേക്കും ചീഞ്ഞ് നാശാവാൻ തുടങ്ങും.
അത് ദിവസങ്ങളോളം ഇരിക്കുമ്പോഴോ അത് വളരെയധികം നാറ്റടിക്കും. അതേപോലെ തന്നെ നമ്മുടെ ദൈവങ്ങള്, ആ ദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പരിപാലിച്ചു പോരുകയാണെങ്കിൽ, വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ചെറിയ ലെവലിലേക്കായാലും അദ്ദേഹത്തിന് ആചരിച്ചു പോരുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബത്തിന്റെ അവസ്ഥനെ നിലനിർത്തും. കാരണം ഇതൊന്നും ഇനി കളഞ്ഞാൽ പോകുന്നതല്ല. അവർ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കുടിവെച്ച് ആരാധിച്ച ദൈവമാണ്. ആ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ കാണപ്പെട്ട ആ ഈശ്വരനാണ് പല രൂപത്തിലും ഭാവത്തിലും ഓരോരുത്തർ ആചരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അതിലത്തെ ഒരു ശക്തി തന്നെയാണ് നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത്. അപ്പൊ പല ദൈവങ്ങളിലും ഓരോരുത്തർ ആചാരാനുഷ്ഠാനുസരിച്ച് ഓരോ ദൈവങ്ങൾക്കും ഓരോ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആചാര രീതികളുണ്ട്. അവർക്ക് അതേപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ചെയ്തുകൊള്ളാം എന്നുള്ള വ്യവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലർക്കും അതിനെ വിശ്വാസമില്ലാത്തതിന്റെ പേരിലും സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിലും അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ നാശം സർവ്വവിധ ദുരിതങ്ങളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവരുടെ വീട്ടിലേക്ക് ഓരോ ദുരിതങ്ങൾ വരുമ്പോൾ ഈ കുടുംബത്തിലുള്ളവർ ഇതിനെ സംരക്ഷിക്കുന്നതിന് പകരം മറ്റുള്ള മതങ്ങളിലേക്ക് ചേക്കേറി അവർ ആ വിശ്വാസമായിട്ട് നീങ്ങുമ്പോൾ ഇത് വീണ്ടും ദുരിതത്തിലേക്കാണ് ഈ ദൈവങ്ങളുടെ പോക്കുണ്ടാകുക. കാരണം ഇതിനൊന്നും നേരം വെളുക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ ഇതിന് കർമ്മം ചെയ്യാനോ ഒരാളില്ലാതെ വരുമ്പോൾ മറ്റുള്ളതായ പൈശാചിക ശക്തികൾ ഇതിലേക്ക് കയറാൻ തുടങ്ങും. ആ പൈശാചിക ശക്തികൾ ഇവിടെ വിളക്കും വല്ലപ്പോഴൊക്കെ ഒരു വിളക്ക് വയ്ക്കുമ്പോൾ ആ വിളക്കിൻ എടുക്കുന്നത് മറ്റുള്ളതായ ബാധാമൂർത്തികളോ പൈശാചിക സ്ഥലപരമായിട്ടുള്ള മറ്റു മൂർത്തികളൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ ദൈവങ്ങൾക്ക് അവിടെ തള്ളി നിൽക്കാനേ പറ്റുള്ളൂ. അതായത് ഇവരുദ്ദേശിച്ച ഏതെങ്കിലും തരം ദുരിതങ്ങളും മറ്റോ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ഏത് ദൈവങ്ങൾക്ക് എങ്ങനെയാണ്? അതിനാണ് വർഷാവർഷം അവർക്ക് പ്രതിഷ്ഠാ ദിനങ്ങള്, അതേപോലെ തന്നെ ശക്തി കർമ്മങ്ങൾ, അവർക്കുള്ള ശക്തി ഉണ്ടാക്കുന്നതായ കർമ്മങ്ങൾ ഒക്കെ ഓരോ വർഷം ഉണ്ടാക്കി അവരെ ശക്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അത് ഈ ചെറിയ വീട് മുതൽ അല്ലെങ്കിൽ ചെറിയൊരു തറ മുതൽ വലിയ വലിയ ക്ഷേത്രങ്ങൾ വരെ അതിൻ്റെ പ്രതിഷ്ഠാ ദിനം അല്ലെങ്കിൽ മറ്റേ ഈ ആടങ്ങൾ 1000 കുടം കലശങ്ങളൊക്കെയാണ് ഓരോരുത്തരും ആടുന്നത്. അപ്പൊ അത്രയില്ലെങ്കിലും ഒരു ഒറ്റക്കുടം തീർത്ഥം അങ്ങനെ കലശമാടുന്നവരുണ്ട്. അപ്പൊ അത് അതിന്റെ ആ ശക്തിനെ നിലനിർത്താനാണ്, ശക്തിനെ നിലനിർത്തിക്കൊണ്ടുവരാനാണ് ആ ചടങ്ങുകൾ. അപ്പോൾ അത് ഒരു വർഷം 2 വർഷമായാലും ആ ശക്തിനെ നിലനിർത്താനായിട്ടുള്ള ചെയ്യുന്ന, ഇപ്പൊ താഴ്ന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇത് അറിയാത്ത ആളുകൾക്ക് അവര് നിത്യം വിളക്ക് വയ്ക്കുന്നു, ആരാധിക്കുന്നു, അതായാലും മതി. അത് ദിവസങ്ങളോളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഇങ്ങനെ പൂജയില്ല കർമ്മമില്ലാതെ വരുമ്പോൾ ഈ ദൈവിക ശക്തിക്ക് നാശം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ മറ്റുള്ളതായ ദുരിതങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ പറ്റാത്തോ അല്ലെങ്കിൽ ഇവരുടെ ശാപങ്ങളെ വിഷമങ്ങളെ കൊണ്ടോ പല കുടുംബങ്ങൾക്കും നാശങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ലെങ്കിലും ഓരോരുത്തരും ജനിച്ചിട്ടുള്ള സമയത്തിനനുസരിച്ചോ മറ്റു ബുദ്ധിമുട്ട് പലതും വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ വരുന്നവര് ഇപ്പൊ ആയുർവേദ ആശുപത്രി പോകുന്നവരുണ്ട്, ഇപ്പൊ അതേപോലെ തന്നെ അലോപ്പതി പോകുന്നവരുണ്ട്, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നവരുണ്ട്, ENT പോകുന്നവരുണ്ട്, അതേപോലെ പല ഇതിൽ പോകുന്നവരുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട്, പല ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്, വെറുതെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നവരുണ്ട്, ചാത്തന്റെ അമ്പലത്തിൽ പോകുന്നുണ്ട്, ദേവിയുടെ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഗുരുവായൂർ പോകുന്നുണ്ട്, അയ്യപ്പന്റെ അവിടെ പലതരത്തിൽ പോകുന്നുണ്ട്. പലർക്കും പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പല കാര്യങ്ങളെ കൊണ്ടാണ് അവർ ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നത്. ജ്ഞാനന്മാർ ചെയ്തുകൊണ്ട് ഇപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കാം. ഓപ്പറേഷൻ എന്തിനാണ്ടാവണത്? അതൊക്കെ ഓരോ സംഭവിച്ചു പോകണം അങ്ങനെ. അപ്പൊ ഇതേപോലെ തന്നെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വരുമ്പോഴും ഈ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മറ്റെന്ത് ദുരിതങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിനൊരു തടയുണ്ടാകും. ആ തട ആയിരുന്നു പല കർമ്മികൾക്കും അവർക്ക് അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. നമുക്കൊരു ദൈവിക ശക്തി വേണം, ആ ദൈവത്തിനാണ് പൂജിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിനെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പൂജിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു. നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് നമ്മുടെ സ്വന്തം ദൈവത്തിന് നമുക്ക് പൂജിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എനിക്ക് വയ്യ, എനിക്ക് പോകണം, ശബരിമലയ്ക്ക് പോകണം, എനിക്കതിനുള്ള ആരോഗ്യപരമായിട്ടുള്ള സംഗതിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടില്ല. ആ ശബരിമല ഇവിടെ ഉണ്ടായി പോരെ, അല്ലെ പളനി ഇവിടെ ഉണ്ടായി പോരെ. നമ്മൾ വിശ്വസിക്കുന്നിടത്ത് വിളിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാവും, സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സ് ക്ലിയർ അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ടും കാര്യമില്ല, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാനായിട്ടും കാര്യമില്ല. അത് നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ചൈതന്യം ഉണ്ടാവും, നമുക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വെച്ച് പൂജിക്കുന്നതായ ദൈവങ്ങളെ
അതിനെ സംരക്ഷിക്കാത്തത് കാരണം പലവരും കൊണ്ട് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് പോലും അറിയില്ല. ഈ നാട്ടുകാർ ചിലപ്പോൾ ഇപ്പൊ തൃശ്ശൂർ ജില്ലക്കാർ ചിലപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്നവരുണ്ടായിരിക്കും. ഇവരുടെ ധർമ്മം ദൈവങ്ങളും പാമ്പും പട്ടയും കാര്യങ്ങളൊക്കെ എല്ലാം ഈ തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ വീട്ടിലായിരിക്കാം. ഇതേപോലെ 10 വീട്ടുകാരുണ്ട്. 10 വീട്ടുകാരും ഇവിടുന്ന് ഇത് ഒഴിവാക്കി പോകുമ്പോൾ ഏതെങ്കിലും കാരണവശാല് വഴക്കായിട്ടും മറ്റേതെങ്കിലും ബുദ്ധിമുട്ടിൽ പോകുമ്പോൾ ഈ സംഭവം ഇവിടെ കിടന്ന് നശിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ നാശത്തിനെ പരിഹരിക്കാനായിട്ട് ആരും അതിന് തയ്യാറാവാറില്ല. കാരണം ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിൽ ചെന്നുപോയി. ഒരു ഉദാഹരണം പറയണം. അപ്പൊ ഓരോ കുടുംബക്കാരും ഓരോ ദിക്കിൽ പോയി നോക്കുമ്പോൾ അവരൊക്കെ നല്ല സെറ്റപ്പോട് കൂടി പോയി. ജോലിക്കാരും അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ട് പോയി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കർമ്മികളോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്ന ആ വ്യക്തികളൊക്കെ കാലം ചെയ്ത് പോയിട്ട് നോക്കുമ്പോൾ പല കാരണങ്ങളെ കൊണ്ടും ഇത് അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടോ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വന്നിട്ടുള്ള പെരുമാറ്റങ്ങളാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വന്നിട്ടുള്ളത് മറ്റുള്ളവരോട് പെരുമാറുന്ന ആ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് ഇതിനെ പലർക്കും ഇഷ്ടപ്പെടാൻ കഴിയാഞ്ഞു പോയതും അത് അന്ധവിശ്വാസമായിട്ടോ അനാചാരമായിട്ടോ തീർന്നു പോയതും. അപ്പൊ അങ്ങനെ വന്നിരുന്ന അതിന്റെ ഒരു മൂലക്കിലേക്ക് മാറ്റി. ഇതൊക്കെ മറ്റുള്ളവരുടെയാണ്, ഇത് നമുക്കുള്ളതല്ല, സാധാരണക്കാർക്കല്ല, ഇതൊക്കെ മറ്റുള്ളവർ പൂജിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ് ഇതിനോടുള്ള വിശ്വാസത്തിനോട് കൂടി മാറ്റങ്ങൾ വരേണ്ട അവസ്ഥ ഉണ്ടായി. പിന്നെ ഓരോ കുടുംബക്കാർക്കും ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും അവരെ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ധർമ്മദൈവങ്ങളെ കുടിവെച്ച് ആരാധിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പുതിയത് പ്രശ്നങ്ങൾ വെച്ച് ഒക്കെ ക്ഷേത്രാചാരങ്ങളോട് കൂടി കൊണ്ടു നടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അച്ഛനെ അമ്മയെ പോലെ തന്നെ ഇതിനെ ഒഴിവാക്കിയാൽ ഒഴിവായി പോകുന്നതല്ല. ഇതിനെ ഒഴിവാക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ ആരെങ്കിലും ഒരു ജോലിസിനെ കൊണ്ടുവന്നു, ചിലവർ അവരുടെ മിടുക്ക് പോലെ അവർ പൈസ ചോദിച്ചു, ഒരു 1.5 ലക്ഷം 2 ലക്ഷം കൊടുത്തു, നല്ല കർമ്മങ്ങൾ ചെയ്തു, ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാക്കി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കർമ്മിയുടേതായ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഈ വീടിന്റെ അടിത്തറയോ അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ ഒരു മുഴുവൻ ചുക്കാനാണ് അവരെടുത്ത് വീശിക്കളയുന്നത്. അത് പോയി കഴിഞ്ഞാൽ ദുരിതങ്ങളോ ദുർമരണങ്ങളോ രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ അനർത്ഥങ്ങളോ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ കുടുംബത്തിൽ ആരെങ്കിലും അനുഭവിക്കേണ്ടിരിക്കില്ല. അങ്ങനെ അനുഭവിച്ചിട്ടാണ് വീണ്ടും പലരും ആ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അവര് ഞങ്ങളായിട്ട് രക്ഷിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക. അപ്പൊ ഇന്ന് പല കുടുംബക്കാരും വ്യക്തികളും നാശത്തിലാണ് പോകുന്നത്. അതിന്റെ ദുരിതങ്ങളുണ്ട്. അത് ചിലവർ മാനസികമായിട്ടുള്ള സമനില തെറ്റിയിട്ടുള്ളവരുണ്ട്, ഭ്രാന്തായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം നമ്മുടെ ദൈവങ്ങളെ തന്നെ എൻ്റെ അച്ചാച്ചൻ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ അച്ഛൻ പൂജിച്ചിരുന്ന ദൈവത്തിനെ ഞാനായിട്ട് സംരക്ഷിക്കണം എന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് തലമുറയിൽ ഇത് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തവരൊക്കെ ദുരിതങ്ങളാ. അപ്പൊ എന്തിനാണെന്ന് പല ആളുകളും ഇപ്പൊ ഈ ഹിന്ദുക്കൾ തന്നെ ക്രിസ്ത്യാനി മതത്തിൽ പോയിട്ട് വിശ്വസിക്കുന്നത്, പ്രാർത്ഥിച്ച് നടക്കുന്നത് ഇതിനെ നീക്കം ചെയ്തിട്ട് അവർക്ക് മാനസികമായിട്ടുള്ളതായൊരു സമാധാനത്തിന് സന്തോഷത്തിനായിരിക്കാം. പക്ഷെ ആ സന്തോഷം സമാധാനം ഇവിടെ ആചരിച്ചാൽ അവർക്ക് കിട്ടും, ഈ ദൈവത്തിനെ ആചരിച്ചാൽ കിട്ടും. അതിന് തയ്യാറാകുന്നില്ല. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് നിന്നിട്ട് ഇതിനെ കുറ്റം പറയണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടേതായ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് പരിപാലിക്കാനും ആചരിക്കാനും ശ്രദ്ധിക്കുക. കാരണം നാളെ വലിയൊരു ഓപ്പറേഷനാണ്. ഒരു 2 ലക്ഷം 3 ലക്ഷം വേണം. അറ്റാക്കാണ് വന്നു, ബൈപ്പാസ് സർജറി ചെയ്യണം. 2 ലക്ഷം അല്ലെങ്കിൽ എത്ര കെട്ടിവെച്ചതിന് ശേഷമാണ് അവര് അങ്ങോട്ട് ഓപ്പറേഷനിലേക്ക് അവർ ഇറങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതായ പിരിവെടുത്തിട്ടോ അല്ലാതെയോ മറ്റെന്തെങ്കിലും വിറ്റിട്ടോ പെറുക്കിട്ടോ ഒരു ഓപ്പറേഷൻ പൈസ കൊടുക്കും. ഓപ്പറേഷൻ വിജയകരമായിരിക്കും. പിറ്റേ ദിവസം ചിലപ്പോൾ മരിച്ചിട്ട് വെള്ളത്തുണിയിട്ടിട്ട് പുറത്തു പോരിക, ആർക്കും പരാതിയില്ല. പക്ഷെ നമ്മുടെ ദൈവങ്ങള് നമ്മുടെ കാലക്കേട് കൊണ്ടോ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടോ അല്ലെങ്കിൽ കൃത്യത വരാണ്ടോ എന്തെങ്കിലും വിഷമായി കഴിഞ്ഞാൽ ഇവരിലൊക്കെ തെറി വിളിക്കും. ഇത് കൊണ്ടുവന്ന ആളിനെ തെറി വിളിക്കും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവര് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ അനർത്ഥം ഉണ്ടാവുക. ഏതേതൊരു മതക്കാരാണ്, ഏതേതൊരു ജാതിയിലാണ്, ഏതൊരു കുലത്തിലാണ് പിറന്നിട്ടുള്ളത്, ആ കുലത്തിൻ്റെതായ കർമ്മങ്ങളൊക്കെ കുലത്തിന്റെ അനുഷ്ഠാനങ്ങള് അത് കൃത്യമായിട്ട് പരിപാലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കോ അവരുടെ മക്കൾക്കോ അവർക്ക് ഇന്ന് കാണുന്നതായ ദുരിതങ്ങൾ എല്ലാം മാറി ഭാവിയിലേക്ക് നല്ലത് വരാതിരിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഗ്രഹപ്പിഴ സമയത്ത് കാലദോഷത്തിനനുസരിച്ച് അനുഭവിക്കേണ്ടത് അവരായിട്ട് തന്നെ അനുഭവിക്കണം. എനിക്കുള്ള ഞാൻ തന്നെ അനുഭവിക്കണം, മറ്റൊരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറെ ചരട് കെട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. അനുഭവിക്കേണ്ടത്
അനുഭവിക്കുക തന്നെ വേണം. അപ്പൊ അതിന്ന് കുറെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ചിരുന്നതായ മന്ത്രമുഹൂർത്തങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുക. അതിൽ സമാധാനം ഉണ്ടാവും, അതിൽ അവർ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ അവന്റെ മക്കളല്ലേ എന്നുള്ള ഒരു ഇതില് നമുക്ക് കിട്ടുക. നമ്മുടെ ഈ ഫോട്ടോത്തിന്റെയോ ഈ കരിങ്കല്ലിന്റെയോ അല്ല, ആ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുക. അതിന് നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് ഇതിലേക്ക് വരണം. അപ്പൊ അങ്ങനെ എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും നമ്മുടെ കുലദൈവങ്ങളെ നമ്മൾ നശിപ്പിക്കാതെ അതിന് കൃത്യമായിട്ട് അതിനെ ആചരിക്കാം. അങ്ങനെ ആചരിക്കുന്നവർക്ക് ദൈവങ്ങളുടേതായ വെച്ച് ആരാധിക്കുന്ന എല്ലാ മൂർത്തികളുടെയും അനുഗ്രഹം വാനോളം ഉണ്ടാവട്ടെ. നമ്മുടെ കുലദൈവത്തിന് നമ്മൾ തന്നെയാണ് പൂജിച്ചിരുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന ഗുരുക്കന്മാര്, കൊണ്ടുവന്ന മുത്തച്ഛന്മാര്, ആചരിച്ചിരുന്ന മുത്തച്ഛന്മാര്, അവരുടെ അതിനെ വേണ്ടപ്പെട്ട തരത്തിൽ അവരെ പൂജിച്ചിരുന്നു. അവരും ആ ദൈവം അവരും തമ്മിൽ വളരെയധികം മാനസികമായിട്ട് ഒട്ടിരുന്നു അവര്. അപ്പൊ അവർക്ക് മനസ്സ് വായിക്കാനായിട്ട് അറിയാം. ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ ചിട്ടവട്ടങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും അവർ സ്വീകരിച്ചിരുന്നു, എന്ത് കൊടുത്താലും സ്വീകരിച്ചിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാല് കർമ്മങ്ങൾ ചെയ്യുന്നവര് അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ താഴാതിൽക്കോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ആ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർക്കും പിന്നീട് ഒരു സമയം ഇതിനെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഭയമാണ്. കാരണം അവർ നേരെ ഒരു വിളക്കാൻ വെക്കുന്ന ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് പോവാടെന്ന് വെച്ചാൽ അതും മതിയൊരു സന്തോഷമാണ് അവർക്ക്, ദൈവങ്ങൾക്ക് നേരത്തെ തന്നെ ആ ഗുരുമുത്തച്ഛനായിട്ട് അതേ ശിഷ്ടം അങ്ങനെ മതിയിരുന്നു. അപ്പൊ പലർക്കും അതിനോട് താല്പര്യമില്ലാത്ത പേടി ഉണ്ടാവും. ഇതിന് ദൈവല്ലേ. പിന്നെ ഈ പൂജിക്കുന്ന ആളുകളുടെ പ്രകൃതം മുട്ടൊക്കെ നീട്ടി വളർത്തി അല്ലെങ്കിൽ അവർ ശരിയാതെ ഇല്ല, അങ്ങനത്തെ ഒരു അത്യാവശ്യം ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്വല്പം കഴിച്ച് ചിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിത്യമാരുള്ളതായ ഒരു സുന്ദരകുട്ടന്മാരുള്ള ഭയങ്കര ഭീകരന്മാരെ പോലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ സ്വരൂപം കണ്ടാൽ തന്നെ മക്കൾക്കും പേടിയാവും. അപ്പൊ ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാനോ ഇതിനോട് സഹകരിക്കാനോ താല്പര്യമില്ലാത്തവരുണ്ടാവും. ഇന്ന് അതിനൊക്കെ വിപരീതമായിട്ട് ഒരാൾക്ക് ഒരു അച്ഛനെ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾ ഇതിനോട് കൂടി ചേർന്ന് നിൽക്കണമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ അതിനെ ആചരിച്ചു പോന്നിരുന്നതാണ്. അപ്പൊ അതിനെ ആചരിച്ചു പോരുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പല കുടുംബത്തിലും പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ട്. ഇപ്പൊ നാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ഭുവനേശ്വരി ഉണ്ട്, ദേവിയുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്, അതേപോലെ തന്നെ മലബാരം മൂർത്തികൾ അങ്ങനെയുണ്ട്. കരിങ്കുട്ടി, പറക്കുട്ടി, അല്ലെങ്കിൽ ഗുളികൻ, നീലിയമ്മ, അങ്ങനെ ചാത്തൻ, ചൊവ്വ, അങ്ങനെ ഒരുപാട് മൂർത്തികളൊക്കെ ഉള്ള ആ ഒരു കുടുംബത്തില്, പ്രത്യേകിച്ച് മാന്ത്രിക കർമ്മങ്ങൾ നടത്തിയിരുന്ന കുടുംബങ്ങളാണെങ്കിൽ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നശിച്ചു നോക്കുമ്പോൾ അതിനെ ചെയ്തിരുന്നവര് മരണപ്പെട്ടു പോയി. തുടർന്നുള്ളവർ ചെയ്യാതെ വന്ന് നോക്കുമ്പോൾ വളരെ വലിയൊരു ഗ്യാപ്പാവും. കാരണം മറ്റുള്ള മൂർത്തികളോട് പടപൊരുതിയിട്ട് നിന്നിരുന്ന ദൈവങ്ങളാണത്. ഏത് പുറത്തുനിന്ന് വരുന്നതായ എല്ലാ മൂർത്തികളും കർമ്മങ്ങൾ ഭ്രാന്തായിട്ടും അല്ലാതെയായിട്ടൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറു കർമ്മങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരു ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ വെച്ച് പൂജിക്കുമ്പോൾ. അപ്പൊ പലർക്കും പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ വ്യക്തികള്. അവരുടെ മരണശേഷം ഇതേപോലുള്ളതായ ദുരിതങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന മൂർത്തികളെ മറ്റ് പുറത്തുനിന്ന് വന്നിട്ടുള്ളതായ ഇവിടെ കടക്കം വെച്ചിട്ട് ഒഴിവാക്കിയിട്ടുള്ളതായ ഒരു 1 മൂർത്തികളുണ്ട്. അതോടെ ഇവരൊക്കെ ഇവിടെ നിത്യവിളക്കുമില്ല, കർമ്മങ്ങളും ഇല്ലാതെ വരുമ്പോ ഇവരുടെ ശക്തിയെക്കാട്ടി കൂടുതലാണ്. കാരണം ഇവരുടെ ശക്തി പവറുള്ള കാരണമാണ് ഒഴിവാക്കിയിരുന്നതായ അല്ലെങ്കിൽ നീക്കം ചെയ്ത അല്ലെങ്കിൽ അവിടെ പെട്ടിട്ട് കിടക്കുന്നതായ ആ യക്ഷികൾക്കോ രക്ഷസിനോ മറ്റുള്ളതായ നാഗവർഗങ്ങൾക്കോ ഉപദ്രവാരിയായ നാഗങ്ങൾക്കൊന്നും എണിക്കാൻ പറ്റാതെ ഇവരാണ് അതിനെ അടിച്ചൊതുക്കി നിർത്തിണ്ടായിരുന്നത്. അതിന് ഇവർക്ക് കർമ്മങ്ങളില്ല, ഇവിടെ കളങ്ങളില്ല, മറ്റുള്ളതായ പുഷ്ടിപ്പെടുത്തുന്നതായ കർമ്മങ്ങളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ശക്തി ഇരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ, ഇവിടെയുള്ള പൈശാചിക ശക്തിയും വന്നിരിക്കുന്ന ശക്തികളും കൂടിയിട്ട് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇവരുടെ പണി കഴിയും. അപ്പൊ അങ്ങനെ ഒരുപാട് നാളാവുമ്പോൾ അതേപോലെ തന്നെ ഉത്തമ കർമ്മം ചെയ്യുന്നവർക്ക് മധ്യമ കർമ്മം ചെയ്യും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അശുദ്ധി മരണപ്പെട്ടു പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ തരത്തിലുള്ള അശുദ്ധികളൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് ആചരിക്കാത്ത തരത്തില് അതും ഇവരുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മൾ വെച്ച് പൂജിക്കുന്നത്. മറ്റുള്ളതായ വിലകളോ അത്യാദികള് വരുമ്പോൾ എന്താ വെച്ചാൽ അശുദ്ധികളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് ബാധിക്കും. അത് നീക്കം ചെയ്യാതൊക്കെ വരുമ്പോൾ അതാണ് അവസാനം ആ വെളിച്ചെണ്ണായിരുന്നു കെട്ട് ഇരുട്ട് പോലെയിട്ട് കിടക്കുക. അപ്പോൾ അതിനെ നോക്കി ശരിയാക്കണമെങ്കിൽ നല്ല ജ്യോത്സ്യന്മാരെ കൊണ്ടുവരേണ്ടി വരും. നല്ലതായ പ്രശ്നങ്ങൾ വെച്ച് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ
ആ കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് എന്തായാലും അറിവുള്ളവരെ കൊണ്ടുവരും. അത് സ്വാഭാവികം. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ കൃത്യമാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബക്കാരാണ് അതിനെ നിലനിർത്തി പോകേണ്ടത് കർമ്മം ചെയ്തിട്ട്. തീരെ നിവൃത്തിയില്ലാത്തവരാച്ചിൽ ആരെങ്കിലും വെക്കാം പൂജകൾക്കായിട്ട്. അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മക്കളുടെ മക്കളോ ആണ് അതിൻ്റെ നിറവേറ്റി പോരേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങളും മാറ്റങ്ങളും അവിടെ ഉണ്ടാകുക. അപ്പൊ ഈ വീട്ടിലത്തെ ആൾ തന്നെയാണ് അതിനെ പൂജിക്കുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ആളുകൾക്കും ഇതിനോട് പൂജിക്കാനോ സഹായിക്കാനോ അങ്ങനെ വന്ന് അവരും സ്വാഭാവികമായിട്ട് അവരും കർമ്മികളാവും. അപ്പൊ ഇതൊക്കെയാണ് നിലനിൽപ്പ്, ദൈവങ്ങളുടെ നിലനിൽപ്പും ഒപ്പം അതിന്റെ ഭാഗമായിട്ട് നല്ല സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കാനായിട്ട് അനുഗ്രഹങ്ങൾ ഇവരുടെ വെച്ച് നമുക്ക് 100% സാധ്യമാക്കും. അപ്പൊ ഇതിനൊക്കെ നിലനിർത്താനും എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.